അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാന്യരായ സീറ പഠിതാക്കളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അള്ളാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മത അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വസിയ്യത്തിന് ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മദീനയിലേക്ക് മടക്കയാത്രയ്ക്കുള്ള ആരംഭങ്ങൾ കുറിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഏകദേശം 10 ദിവസം മക്കയിൽ താമസിച്ച് ഹജ്ജിൻ്റേതായ കർമ്മങ്ങളൊക്കെയും കഴിഞ്ഞ് ഈ വലിയ ജനക്കൂട്ടം സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള അനേകായിരം ആളുകൾ, ഇവരൊക്കെയും മദീനയിൽ നിന്ന് പ്രവാചകനോടൊപ്പം വന്ന ആളുകൾ തിരിച്ച് ആ സ്വഹാബികളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടക്കയാത്രയിലാണ്. ആ യാത്രയിലാണ് തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തെത്തി അവിടെ തമ്പടിച്ചു. അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ഒരു യാത്രയുടെ ഇടയിലുള്ള ഒരു വിശ്രമസ്ഥലം എന്നതിനപ്പുറത്ത്, അവിടെ നിന്നുള്ളൊരു സംസാരം എന്നതിനപ്പുറത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി ആ സംസാരത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ യമനിൽ നിന്ന് അവിടുത്തെ ഗനീമത്ത് സ്വത്തുക്കളും അവിടെ നിന്ന് മദീനയിലേക്ക് കൊണ്ടുവരേണ്ട, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കേണ്ട സ്വത്തുക്കളുമൊക്കെയായി വന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റു ചില ആളുകൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു അനർഹമായി പലതും അതിൽ നിന്ന് കൈവശപ്പെടുത്തുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചതാണ് ആ സ്വത്തുക്കൾ കൊണ്ടുവരാൻ. അപ്പോൾ അനർഹമായി പലതും അലി റളിയല്ലാഹു അൻഹു കൈവശപ്പെടുത്തി. അങ്ങനെ തുടങ്ങി അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചില ആരോപണങ്ങൾ പല ആളുകളും വന്ന് യമനിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹു മദീനയിൽ കൊണ്ടുവന്ന സമ്പത്തിനെക്കുറിച്ച് ഉന്നയിക്കുകയുണ്ടായി. ആ ഒരു പശ്ചാത്തലം അവിടെയുണ്ട്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനോട് ചില താബിഈ പണ്ഡിതന്മാർ, ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർമാരായ ഹുസൈൻ ഇബ്നു സബ്ര, അതുപോലെ തന്നെ ഉമർ ഇബ്നു മുസ്ലിം എന്ന ഈ 2 താബിഈ പണ്ഡിതന്മാർ, അവർ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അദ്ദേഹം അപ്പോൾ പിന്നീട് പിൽക്കാലത്ത് ഈ താബിഈ പണ്ഡിതന്മാർക്ക് ഉദ്ധരിച്ചു കൊടുക്കുന്ന റിപ്പോർട്ടിലൂടെയാണ് ഈ സംഭവം പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ചെന്നിരുന്നു. ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലഖദ് ലഖീത യാ സെയ്ദു ഖൈറൻ കസീറൻ, അല്ലയോ സെയ്ദ്, നിങ്ങൾ ഒരുപാട് നന്മകൾ കണ്ട മനുഷ്യനാണ്, ഒരുപാട് നന്മകളിൽ ഭാഗമാക്കാൻ കഴിഞ്ഞ പ്രവാചകൻ്റെ സ്വഹാബിയാണല്ലോ. റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ നേർക്കുനേരെ കണ്ടിട്ടുണ്ട്. വസമിഅത ഹദീസഹു വഗസൗത മാഹു, പ്രവാചകൻ്റെ തിരുവരളുകൾ നിങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം നിങ്ങൾ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. വസല്ലൈത ഖൽഫഹു, പുറകിൽ നിന്ന് മഅമൂമായി നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ സെയ്ദ് നിങ്ങൾ ഒരുപാട് ഖൈറുകൾ കണ്ട, നന്മകളിൽ ഏർപ്പെട്ട ഒരു, അതിലൊക്കെ ഭാഗഭാക്കായ ഇത്ര വലിയ സൗഭാഗ്യങ്ങളൊക്കെ ലഭിച്ച ആളാണല്ലോ. സെയ്ദ്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരണം, പഠിപ്പിച്ചു തരണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു പഠിച്ചു മനസ്സിലാക്കി അതിൽ. അപ്പോൾ സെയ്ദ് ബിൻ അർഖം എന്ന സഹാബി, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കാരണം വളരെ അവശതയിൽ ജീവിക്കുന്ന, ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, യബ്ന അഖി, അല്ലയോ മോനെ, വല്ലാഹി ലഖദ് കബിർതു സിന്നി, ഞാൻ ഇത്രമാത്രം വളരെ പ്രായം കൂടിയൊരവസ്ഥയിലാണ്. വഖദു മാഹ്ദി, ഒരുപാട് കാലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമൊക്കെ കഴിഞ്ഞപ്പോൾ പല ഓർമ്മപ്പശകളും എനിക്കുണ്ടാകും. വനസീതു ബഅദല്ലദീ കുന്തു ആയ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതിൽ നിന്ന് പലതും ഞാൻ മറന്നു പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫമാ ഹദ്ദസ്തുക്കും ഫഖ്ബലു വമാ ലാ ഫലാ തുകല്ലിഫൂനിഹി, അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓർമ്മയുള്ളത് പറഞ്ഞു തരാം, അതിനപ്പുറത്തുള്ളത് നിങ്ങൾ എന്നെ നിർബന്ധിച്ചാൽ അതെനിക്ക് കഴിയില്ല. അതൊരു പക്ഷേ ഞാൻ പല അബദ്ധങ്ങളും, നിങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു, ഞാൻ പലതും ഉദ്ധരിച്ചു, എൻ്റെ ഓർമ്മപ്പിശക് കാരണം പല അബദ്ധങ്ങളും അതിൽ കടന്നുകൂടാൻ ഇടയേക്കാം. അതുകൊണ്ട് എന്നെ ഒരുപാട് നിർബന്ധിക്കരുത്. ഇത് പല സ്വഹാബിമാരും പല കാരണങ്ങൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഹദീസുകൾ ഉദ്ധരിക്കുന്നതിൽ മടി കാണിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും. അബദ്ധങ്ങൾ വരുമോ എന്ന ഭയം കാരണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന് അതേ വാക്കുകൾ പറയാതെ മറ്റെന്തെങ്കിലും തൻ്റെ ഓർമ്മപ്പിശക് കാരണം, തൻ്റെ മനസ്സിലാക്കലിലെ പിഴവ് കാരണം, തെറ്റായി മനസ്സിലാക്കിയത് കാരണം അങ്ങനെ റസൂലിൻ്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിരുന്ന സ്വഹാബികൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതേസമയം വളരെ വലിയ ഓർമ്മശക്തി ഉണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അനേകായിരം ഹദീസുകൾ ഉദ്ധരിച്ച സ്വഹാബിമാരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനേക്കാൾ എത്രയോ കാലം മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇവരെ പോലെയുള്ള സ്വഹാബിമാർക്കൊക്കെ നമുക്ക് റിപ്പോർട്ടുകൾ കുറച്ചാണ് കാണാൻ കഴിയുക. അപ്പോൾ അതിനൊക്കെ പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് എന്നെ ഒരുപാട് നിർബന്ധിക്കരുത്, എൻ്റെ പ്രായവും ആരോഗ്യവും മറ്റും കാരണം ഓർമ്മപ്പിശകൊക്കെ വന്ന് ഞാൻ പലതും ഇല്ലാത്തത് പറഞ്ഞു പോകും, നിങ്ങളെന്നെ നിർബന്ധിക്കരുത്, ഉള്ളത് എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഞാൻ പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്ധരിച്ച സംഭവമാണ് ഈ സംഭവം. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള, ആ മക്കയിൽ നിന്നുള്ള തിരിച്ചുള്ള മദീനയിലേക്കുള്ള യാത്രയിൽ ഹും എന്ന് പേരുള്ളൊരു ജലാശയത്തിനടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിക്കുകയും അവിടെ വെച്ച് ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു. ഹംദും അതുപോലെ തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തലും ഇതൊക്കെ ചെയ്തു. ജനങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകി, പടച്ചവനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഒരു മുഖവരയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ബഅദ് അലാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഫഇന്നമാ അന ബശറുൻ യൂഷികു അൻ യഅതിയ റസൂലു റബ്ബി ഫഉജീബ്, ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ്, ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ റബ്ബിൻ്റെ ദൂതൻ വന്നാൽ ഉത്തരം ചെയ്യേണ്ട, അഥവാ മരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം ചെയ്യാറായിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. വാന താരിക്കും ഫീക്കും സഖലൈൻ, ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നു. അവ്വലുഹുമാ കിതാബുല്ലാഹ് ഫീഹിൽ ഹുദാ വന്നൂർ, അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഗ്രന്ഥമാണ്. അതിൽ നിങ്ങൾക്കുള്ള സന്മാർഗവുമുണ്ട്, നിങ്ങൾക്കുള്ള പ്രകാശവുമുണ്ട്. ഫഖുദൂ ബി കിതാബില്ലാഹി വസ്തംസികൂ ബിഹി, അതുകൊണ്ട് അത് നിങ്ങൾ മുറുകെ പിടിക്കണം, അത് വളരെയധികം നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, അതിനെക്കുറിച്ച് പ്രാധാന്യപൂർവ്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അഹ്ലു ബൈത്തി, എൻ്റെ കുടുംബത്തെ, അഹ്ലു ബൈത്തിനെ, അതിനെയും നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അതിൻ്റെ ശ്രേഷ്ഠതയെ നിങ്ങൾ മനസ്സിലാക്കണം. ഉദക്കിറുകുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്ന ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വമൻ അഹ്ലു ബൈത്ത്. ഈ പ്രവാചക കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ്? അഹ്ലു ബൈത്ത്. നമ്മുടെ നാട്ടിൽ തങ്ങൾമാർ എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രവാചക കുടുംബം, അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പോൾ സെയ്ദ് റളിയല്ലാഹു പറഞ്ഞു, നിസാഉഹു മിൻ അഹ്ലി ബൈത്തി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയ പത്നിമാർ പ്രവാചക കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈയൊരു വാചകത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മൻ ഹുരിമ സദഖത ബഅദഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്ന് സദഖ, സകാത്ത് നിഷിദ്ധമായ ആളുകൾ, പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത ഖുറൈശി ഗോത്രത്തിലെ ഏറ്റവും അടുത്ത കുടുംബക്കാർ. അപ്പോൾ വീണ്ടും ഒരു സംശയം ചോദിച്ചു, വമൻഹും, അവരാരൊക്കെയാണ്? അപ്പോൾ അഹ്ലു ബൈത്ത് എന്നതുകൊണ്ട് ഏറ്റവും ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മക്കൾ, ഭാര്യമാർ ഒക്കെ ഏതായാലും അതിൽപ്പെട്ടു. പിന്നെ അതിൽ പ്രവാചക കുടുംബത്തിൽ നിന്ന് ഉൾപ്പെടുന്ന ആളുകൾ അത് 4 കുടുംബക്കാരാണ്. ഹും ആലു അലിയിൻ വ ആലു അഖീലിൻ വ ആലു ജാഫറിൻ വ ആലു അബ്ബാസ്. അബ്ബാസ്, ജാഫർ, അഖീൽ, അലി എന്നിങ്ങനെയുള്ള 4 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം. അപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിച്ചു, കുല്ലു ഹഉലാഇ ഹുരിമ സദഖ. ഇവർക്കൊന്നും സദഖ സ്വീകരിക്കാൻ പാടില്ലേ? സകാത്തൊന്നും അവർക്ക് അനുവദനീയമല്ലേ? എല്ലാവർക്കും നിഷിദ്ധമാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, അവർക്ക് ആർക്കും സകാത്തും സദഖയും ഒന്നും സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ അഹ്ലുബൈത്തിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലുബൈത്ത്, നമ്മളൊക്കെ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മളൊക്കെയും കൂടെ ചൊല്ലാറുള്ളതാണ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വ അലാ ആലിഹി, പ്രവാചക കുടുംബം. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കുടുംബത്തിന് പ്രത്യേകതയുണ്ട്. ഇസ്ലാമിൽ അതിൻ്റേതായ ശ്രേഷ്ഠതയുണ്ട്. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെക്കാൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സദഖയും സക്കാത്തുമൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന ആളുകളല്ല അവർ. അവർക്കിത് നിഷിദ്ധമാണ്. വേറെ പല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പ്രവാചകൻ്റെ ഓഹരിയായി പഠിപ്പിച്ച ഹുമുസ്, അതിൽ നിന്നുള്ള വകകൾ ഒക്കെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ലോകാവസാനം വരേക്കുമുള്ള മുസ്ലിം സമൂഹത്തിലെ ഈ പ്രവാചക കുടുംബം എന്ന പേരിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ മറ്റെന്തെങ്കിലും സാമ്പത്തികമായ ചൂഷണങ്ങളോ ഒക്കെ നടത്താൻ കൂടിയുള്ള ഒരു വഴി കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അടച്ചത്. അവർക്കങ്ങനെ സദഖയും സക്കാത്തും മുസ്ലിങ്ങളുടെ ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയായിരുന്ന ഹസൻ റളിയല്ലാഹുവിൻ്റെ വായിൽ നിന്ന് ആ കാരക്ക കഹ് കഹ് എന്ന് പറഞ്ഞ് അത് തുപ്പുമോനെ എന്ന് പറഞ്ഞ് വായിൽ കൈയിട്ടത് തുപ്പിക്കളയാൻ പറയാനുള്ള കാരണം അത് പ്രവാചക കുടുംബത്തിന് അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഹുമ്മിൽ വെച്ച്, ഈ ഹും എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അവിടുത്തെ ഒരു ജലാശയമുണ്ട്, ഗദീർ എന്നാണ് അറബിയിൽ ജലാശയത്തിന് പറയുക, പല പേരുകളിൽ ഒന്നാണത്. അപ്പോൾ ഗദീർ ഹും എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ, അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് സ്വഹാബികളോട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് മാത്രമാണ്, അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്വത്തുകൾ മാത്രമാണ് അദ്ദേഹം കൈവശപ്പെടുത്തിയതെന്ന് അറിയിക്കുകയും ചെയ്തു. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. ഗദീർ ഹുമ്മിൽ വെച്ച് നമ്മളിങ്ങനെ അവിടെ തമ്പടിച്ചപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുക എന്ന് ഇങ്ങനെ ഒരു വിളിയാളമുണ്ടായി, പ്രഖ്യാപനമുണ്ടായി. നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ പറഞ്ഞു, സലാത്തു ജാമിഅ. അതുപോലെ ആ സമയത്ത് ദുഹർ നമസ്കാരം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ കൂടിയ ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിനൊരു അനർഹമായി അദ്ദേഹം ഒന്നും കൈവശപ്പെടുത്തിയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അലസ്തും തഅലമൂന അന്നി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അടുത്തവർ, ഏറ്റവും കൂടുതൽ ബന്ധുത്വമുള്ളത് ഞാനാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ സ്വഹാബിമാരെന്ന് ചോദിച്ചു. പറഞ്ഞു, അതെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദിച്ചു, അലസ്തും തഅലമൂന അന്നി ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സി. ഓരോ മുഅ്മിനും സ്വന്തം നഫ്സിനേക്കാൾ കൂടുതൽ, സ്വന്തം ശരീരത്തേക്കാൾ കൂടുതൽ കൂടുതൽ ബന്ധമുള്ളത് അത് എന്നോടാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു. സ്വഹാബിമാർ പറഞ്ഞു, അതേ പ്രവാചകരെ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കുന്തു മൗലാ ഫഅലിയുൻ മൗലാ. അങ്ങനെ ഞാൻ ആരുമായൊക്കെ മൗലയാണോ, ബന്ധുത്വമുള്ളവനാണോ, ഫഅലിയുൻ മൗലാ, അലി അവരുമായും ഒക്കെ അവരുടെയും മൗലയാണ്, അവരുമായും ബന്ധമുള്ളവനാണ്. അല്ലാഹുമ്മ വാലിമൻ വാലാഹു
വആദി മൻ ആദാഹു, അല്ലാഹുവേ അലിയോട് ബന്ധം ചേർക്കുന്നവരോട് നീയും ബന്ധം ചേർക്കുകയും വആദി മൻ ആദ, അലിയോട് വിരോധം വെച്ച് പുലർത്തുന്നവരോട് നീയും വിരോധം വെച്ച് പുലർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിലെ വലിയ സേവനം അർപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളുടെ ഭർത്താവാകാൻ തിരഞ്ഞെടുത്ത വലിയ സേവനം അർപ്പിച്ച സഹാബിയുടെ മഹത്വം കൂടി വെളിപ്പെടുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. ഈ ഒരു സംഭവം ഇത് പല റിപ്പോർട്ടുകളിലായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഗദീർ ഖുമ്മിലെ സംഭവം എന്ന പേരിൽ പ്രസിദ്ധമായ സംഭവം ഇസ്ലാമിക ലോകത്ത് പിന്നീട് ഈ പറഞ്ഞ വാചകങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത പല വാചകങ്ങളെയും ഒക്കെ കൂട്ടിച്ചേർക്കുകയും അതിൽ നിന്ന് തങ്ങളുടെ ആശയത്തിന് അനുകൂലമായ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ ഇസ്ലാമിക ലോകത്ത് ഭിന്നത വിതയ്ക്കുകയും ചെയ്ത ആളുകളാണ് ഷിയകൾ. ഈ പറഞ്ഞ വാചകങ്ങളടക്കം അതുപോലെ തന്നെ അവരുണ്ടാക്കിയ പല വ്യാജ ഹദീസുകൾ ഇതൊക്കെയും ചേർത്ത് വെച്ചുകൊണ്ട് അവർ രൂപീകരിച്ച തത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചത് തനിക്ക് ശേഷം ഇനി അലിയാണ് റളിയല്ലാഹു അൻഹു ഖലീഫ, മുസ്ലിം ലോകത്തിൻ്റെ ഖലീഫയാകാൻ യോഗ്യൻ. പ്രവാചകന് ശേഷം പിൻഗാമിത്വം അവകാശപ്പെടാൻ കഴിയുന്നത് അലി റളിയല്ലാഹു അൻഹു മാത്രമാണ്. അതുകൊണ്ട് പിന്നീട് സ്വഹാബികളൊക്കെ ഐകകണ്ഠ്യേന തിരഞ്ഞെടുത്ത അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവരൊന്നും ഖിലാഫത്തിന് അർഹരല്ല, ഇവരൊന്നും ഖലീഫമാരാകാൻ യോഗ്യരല്ല. അനർഹമായി ഇതൊക്കെ അറിഞ്ഞിട്ടും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്ന് ഖിലാഫത്ത് തട്ടിയെടുത്ത ആളുകളാണ് മേൽപ്പറഞ്ഞ 3 ഖലീഫമാർ. ഈ വാദം ഇങ്ങനെ തുടങ്ങി അവസാനം ഷിയകളുടെ ഏറ്റവും കൂടുതൽ തീവ്രതയുള്ള ഷിയകളുടെ വിഭാഗങ്ങളായ പല ആളുകളും ഇസ്മായിലികൾ, ഇസ്നാ അശരികൾ എന്നറിയപ്പെടുന്ന 12 ഇമാമുമാരെ പ്രഖ്യാപിച്ച ആ 12 ഇമാമുമാർക്ക് ദിവ്യത്വം വരെ കൽപ്പിക്കുന്ന ഷിയകളിലെ ആളുകൾ ഏതുവരെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ അള്ളാഹു വഹി അവതരിപ്പിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ വഹി കൊടുത്തു വിട്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആൾ മാറി കൊടുത്തതാണ് അലി റളിയല്ലാഹു അൻഹുവിന് അത് കൊടുക്കേണ്ടിയിരുന്നത് എന്ന് വരെ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അത് ഈ ആദ്യ ഖലീഫമാരൊക്കെ ചേർന്ന് മറച്ചു വെച്ചു. യഥാർത്ഥ വിശുദ്ധ ഖുർആനിൽ 17,000 ആയത്തുകളുണ്ട്. അത് ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കലുണ്ടായിരുന്നു, അത് വേറെ പല ആളുകളുടെയും അടുക്കലുണ്ടായിരുന്നു. അത് ഖലീഫമാർ ബോധപൂർവ്വം മൂടിവെക്കാൻ ശ്രമിച്ചു. അത് ഇനി അവസാന കാലത്ത് തങ്ങളുടെ കാണാതെ പോയ 12ാമത്തെ ഇമാം വീണ്ടും വെളിപ്പെട്ട് വരുമ്പോൾ അവർ 12ാമത്തെ ഇമാമിന് ഇമാം മഹ്ദി എന്നാണ് പറയുന്നത്. ആ ഇമാം മഹ്ദി വരുമ്പോൾ ആ ഖുർആനും ഒക്കെ ആയിട്ടായിരിക്കും വരിക. അത് അലി റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഖുർആൻ. ഇങ്ങനെയുള്ള പല വിചിത്രമായ വാദങ്ങളിലേക്കും വളരെ തീവ്രത കലർന്ന ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന പല വാദങ്ങളിലേക്കും വരെ ഷിയകൾ എത്തിച്ചേർന്നു. അബൂബക്കർ, ഉമർ ഈ 2 ഖലീഫമാരോടും റളിയല്ലാഹു അൻഹുമ ഏറ്റവും കൂടുതൽ മുസ്ലിം നാമധാരി എന്ന ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വിരോധം വെച്ച് പുലർത്തുന്ന ആളുകളായി മാറി. അതുകൊണ്ട് തന്നെ ആയിഷ, ഹഫ്സ റളിയല്ലാഹു അൻഹുമ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയ പത്നിമാർ, ഇവർ 2 പേരോടും ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള സമൂഹമായി അവർ മാറി. നിസ്കാരത്തിൽ ഖുനൂത്തിൽ ഈ 2 ഖലീഫമാർക്കെതിരെ ആയിഷ, ഹഫ്സ റളിയല്ലാഹു അൻഹുമ ഇവർക്കൊക്കെ എതിരെ ശാപപ്രാർത്ഥന നടത്തുന്ന, ലാനത്ത് പ്രാർത്ഥന നടത്തുന്ന ഇന്നുപോലും അങ്ങനത്തെ ഷിയകളെ നമുക്ക് കാണാൻ കഴിയും. അത് പിന്നീട് അങ്ങനെ രൂപം പ്രാപിച്ചു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ അദ്ദേഹം പോലും ചിന്തിക്കാത്ത, അദ്ദേഹം സ്വപ്നം പോലും കാണാത്ത പല വാദങ്ങളും കെട്ടിവെക്കപ്പെട്ടു. പല വാക്കുകളും അതിനുവേണ്ടി വളച്ചൊടിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ, ഉമർ, അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരുടെയൊക്കെ ഖിലാഫത്ത് കാലത്ത് എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ എത്രയോ പിൽക്കാല ചരിത്രങ്ങൾ, സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മാനുഷികമായി മനുഷ്യർ തമ്മിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ സ്വഹാബിമാർക്കിടയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം ഖിലാഫത്തിനർഹൻ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ നായകത്വത്തിന് അർഹൻ 1ാമത് അബൂബക്കറാണ്, 2ാമത് ഉമറാണ്, 3ാമത് ഉസ്മാൻ, 4ാമത് അലി റളിയല്ലാഹു അൻഹു. ഇതിൽ അഹ്ലുസുന്നക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്ക് തന്നെയും ഒരു തരത്തിലുള്ള സംശയമോ അതിലെന്തെങ്കിലും വൈമനസ്യമോ ഒരു കാലത്തും ഉണ്ടായി നമുക്ക് കാണാൻ കഴിയില്ല. ഇത് ഈ പറയുന്ന സംഭവവും ഇതിൽ നിന്ന് പിന്നീട് ഉടലെടുക്കുന്ന ഈ ചരിത്രവും നമ്മുടെ നാട്ടിലായാലും ലോകത്ത് തന്നെയും ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ച, മുസ്ലിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സന്ദർഭമാണ്. ഏതുവരെയും ചോദിച്ചാൽ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പോലും എഴുതിയ ചരിത്രകൃതികളിൽ, മലയാളത്തിലുള്ള ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഷീഇകളുടെ ഈ ചരിത്രത്തിലെ കടത്തുകയറ്റം
വളരെ വ്യക്തമായി തന്നെ അതിന് സ്വാധീനം കാണാൻ കഴിയും. അവരവലംബിച്ച പുസ്തകങ്ങൾ അങ്ങനത്തതായിരുന്നു. അതിൽ നിന്ന് നേരെ പകർത്തി എഴുതിയപ്പോൾ, മൊഴിമാറ്റം നടത്തിയപ്പോൾ സമാനമായി എത്രയോ പരാമർശങ്ങൾ മലയാളത്തിൽ എഴുതിയ പുസ്തകങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഞാൻ ചതിക്കപ്പെട്ടു, അത് എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞാണ് ബൈഅത്ത് ചെയ്തത് എന്ന വളരെ കെട്ടിച്ചമച്ച പച്ച നുണ എഴുതി വെച്ച പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണിത്. ഇത് ഒരു പക്ഷേ ആളുകൾക്കിടയിൽ അങ്ങനെ പ്രശസ്തമല്ലെങ്കിൽ പോലും ഇതിന് പിന്നിൽ ഇതിന് തെളിവ് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അനവധി സ്വാധീനങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ പോലും പല യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ പുസ്തകങ്ങളായും ഒക്കെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിൻ്റെ അംശങ്ങൾ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഗദീർ ഖുമ്മിലെ സംഭവവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനയും ഒന്നും അലി റളിയല്ലാഹു അൻഹു ആണ് തനിക്ക് ശേഷമുള്ള ഖലീഫ എന്നത് അറിയിക്കുന്നത് അതിൻ്റെ ഒരു സൂചന പോലും അതിലുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഹ്ലുസുന്നയുടെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു തത്വം കൂടിയാണത്. ഒരാളുടെ ശരിയായ അയാളുടെ നയനിലപാടുകൾ മനസ്സിലാക്കാനുള്ള ഒരളവുകോൽ കൂടിയാണ് സ്വഹാബിമാരുടെ വിഷയത്തിൽ, അവരുടെ മഹത്വത്തിൻ്റെ വിഷയത്തിൽ ഈ ഓർഡർ കാത്തുസൂക്ഷിക്കുക എന്നുള്ളത്. ഒരാൾ അഹ്ലുസുന്നയിലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള അളവുകോലും അടക്കമാണ് ഈ പറഞ്ഞ 4 ആളുകളെ ഈ 4 ഓർഡറിൽ മനസ്സിലാക്കുക എന്നുള്ളത്. അതിൽ ഓർഡർ തെറ്റിയാൽ അഹ്ലുസുന്നയുടെ ആ വൃത്തത്തിനുള്ളിലല്ല അയാളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അപ്പുറത്ത് പോയാൽ പിന്നെ ഷീകളാണ്. അപ്പോൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, ഇതാണ് ആ ഓർഡർ. ഇത് സ്വഹാബിമാരുടെ ഒരൊറ്റ സ്വഹാബിയുടെ പോലും ഒരു തർക്കത്തിനോ ഒരു സന്ദേഹത്തിനോ പോലും ഇടയില്ലാത്ത വിധം അന്ന് തന്നെ ഇജ്മാ ആയി സംഭവിച്ചൊരു കാര്യമാണ് ഈ ഖിലാഫത്തിൻ്റെ ഈ ക്രമം എന്നുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ തന്നെ എത്രയോ ഉദാഹരണം നമ്മൾ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, റസൂലിന് ശേഷം മുസ്ലിങ്ങളിൽ ഏറ്റവും അഫ്ളലായ മനുഷ്യനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. സ്വന്തം പേര് പറയുമെന്ന് പ്രതീക്ഷിക്കുന്ന മകനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേര് പറയും, ഉമർ റളിയല്ലാഹുവിൻ്റെ പേര് പറയും, പിന്നെ ചോദിക്കൂല, പിന്നെയും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പേരായിരിക്കും പറയാമെന്ന് അറിയാം. അല്ലെങ്കിൽ സ്വന്തം പിതാവിൻ്റെ പേര് പിതാവ് തന്നെ പറഞ്ഞില്ലെങ്കിലോ എന്ന് ഭയക്കുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അലി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം നിർവഹിച്ച സേവനങ്ങൾ, അപ്പോൾ ഇതൊക്കെ അദ്ദേഹം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വദാക അന്നി കുന്തു അക്സറ അസ്മാഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് തവണ, നിരവധി തവണ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ് റസൂലിനോടൊപ്പം പേര് ചേർത്തി പറയുന്ന അബൂബക്കർ, ഉമർ എന്നീ പേരുകൾ. അദ്ദേഹം പറയാണ്, എത്രയോ തവണ ഞാൻ കേട്ടിരിക്കുന്നു, ജിഅ്തു അന വ അബൂബക്കർ വ ഉമർ. റസൂൽ പറയാണ്, ഞാനും അബൂബക്കറും ഉമറും വന്നു. വ ദഖൽതു അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും ഒരു സ്ഥലത്തേക്ക് പോയി, ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു. വ ഖറജ്തു അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങനെയുള്ള വാചകങ്ങൾ ഞാൻ എത്രയോ കേട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം അബൂബക്കർ, ഉമർ എന്നതാണ് ആ ക്രമം എന്നത് എത്രയോ വ്യക്തമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അത് അദ്ദേഹത്തിന് പോലും ഒരു തരത്തിലും അദ്ദേഹം ഖിലാഫത്തിന് വേണ്ടി ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അബൂബക്കറിനെ മറികടന്നുകൊണ്ട് ഖലീഫയാകണമെന്ന് മോഹിക്കുകയോ അതിനുവേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള പരസ്യമായോ രഹസ്യമായോ പ്രസ്താവനകളോ പ്രവർത്തനങ്ങളോ നടത്തിയതായോ നമുക്ക് ഇസ്ലാമിക ചരിത്രം കാണാൻ കഴിയില്ല. എന്നാൽ ഷീഇകൾ അതിന് നേരെ വിരുദ്ധമായി പ്രചരിപ്പിച്ചു. മൂസ അലിഹിസ്ലാമിന് ഹാറൂൻ അലിഹിസ്ലാം പോലെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ശേഷമുള്ള പിൻഗാമിത്വം അലി റളിയല്ലാഹു അൻഹുവിനാണ്. അങ്ങനെ തുടങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല തെറ്റായ വാദങ്ങളിലേക്ക് അവർ എത്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്നും ദുൽഹിജ്ജ 18 ഷീഇകൾക്കുള്ളൊരു ആഘോഷമാണ് ഈദ് ഗദീർ ഖുമ്മിലെ ആഘോഷം, അല്ലെങ്കിൽ ഗദീർ ആഘോഷം ഈദ് അവരുടെ ഒരു ഈദിൽപ്പെട്ടതാണ്. അവർക്കങ്ങനെ പല ഈദുകളുമുണ്ട്. ഇസ്ലാമിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 ഈദുകളാണല്ലോ ഉള്ളത്. അതിനേക്കാൾ അപ്പുറത്ത് നമ്മളിപ്പോൾ കടന്നു പോകുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ ഈദ് മീലാദ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നോ സ്വഹാബിമാരുടെ ചര്യയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല.
എന്നാൽ ഷിയകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഈദുകൾ ഒരു പക്ഷേ ആളുകളുടെ പേരിലും ഇങ്ങനെ സംഭവങ്ങളുടെ പേരിലുമൊക്കെ ഇസ്ലാമിൽ ആഘോഷങ്ങൾ കടത്തിക്കൂട്ടിയത് അവരായിരിക്കും. ഉദാഹരണത്തിന് ആദ്യമായി ഈദ് മിലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനം ആഘോഷിച്ചു തുടങ്ങിയ ഉബൈദികൾ, ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ ടുണീഷ്യൽ കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ച ഉബൈദികൾ അല്ലെങ്കിൽ ഫാത്തിമികൾ എന്നറിയപ്പെടുന്ന, പിന്നീട് ഈജിപ്തൊക്കെ ഭരിച്ച് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി തകർത്ത് തരിപ്പണമാക്കിയ ഉബൈദികൾ, ആ ഉബൈദികൾ തന്നെയും നബിദിനം മാത്രമല്ല ആഘോഷിച്ചിരുന്നത്. അവർക്ക് 5 ആഘോഷങ്ങളുണ്ടായിരുന്നു, 5 ജന്മദിനാഘോഷങ്ങൾ. അതിലൊന്നാണ് നബിദിനം. അവർക്ക് ഈദു മീലാദ് അലി ഉണ്ടായിരുന്നു, അലി റളിയല്ലാഹുവിൻ്റെ ജന്മദിനം. അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജന്മദിനം, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും ഇവരുടെയൊക്കെ ജന്മദിനം അവർ ആഘോഷിച്ചിരുന്നു. അപ്പോൾ മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗമായി ഷീകളിൽ തന്നെ പല വിഭാഗങ്ങളായവർ മാറി. അതുപോലെ ഇന്നും ഈദ് ഗദീർ എന്ന ആഘോഷം ദുൽഹിജ്ജ മാസത്തിൽ അവർക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനൊക്കെ കാരണമായ അവരൊക്കെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഈ സംഭവം. അഹ്ലുബൈത്തിൻ്റെ ശ്രേഷ്ഠതയെയും മഹത്വത്തെയും അഹ്ലുസുന്ന അംഗീകരിക്കുകയും ആദരിക്കുകയും പ്രവാചകൻ അവർക്ക് കൊടുത്ത ആ ആദരവിനെയും ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച അതിനെയൊക്കെ അഹ്ലുസുന്ന അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിൽ ഒരു തരത്തിലുള്ള അതിരുകവിച്ചലുകളും ആ ഒരു ശ്രേഷ്ഠതയും മഹത്വം അവർക്കുള്ളതോടൊപ്പം ഏതെങ്കിലും ദിവ്യത്വമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമോ ഇസ്ലാമികമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ മര്യാദകളും ഒക്കെ പാലിക്കാതെ നടക്കുന്ന അല്ലെങ്കിൽ കുറേ അഹ്ലുബൈത്ത് എന്ന നാമം സ്വീകരിക്കുന്ന ആളുകളുടെ നിലപാടുകളും ഒക്കെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ച് തന്നെ പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ മദീനയിലേക്കുള്ള യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മദീനയിലെത്തി. ദുൽഹുലൈഫയിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അവിടെ താമസിച്ചു. കാരണം അവിടെ നിന്ന് വളരെ അടുത്താണ് മദീന. മദീനയിലേക്ക് എത്തുമ്പോൾ ഏകദേശം അർദ്ധരാത്രി സമയമാകും എന്നതുകൊണ്ടാണ് രാത്രി മദീനയിലേക്ക് പ്രവേശിക്കേണ്ട എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹുലൈഫയിൽ താമസിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടക്കയാത്രയുടെ പതിവുകളായിരുന്നല്ലോ അത്. നമ്മളൊക്കെയും പലപ്പോഴും ശ്രദ്ധിക്കാത്തതുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൂടിയാണത്. അറിയിക്കാതെ വളരെ പെട്ടെന്ന് രാത്രിയിൽ വീട്ടിലേക്ക് കടന്നു വരിക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി അങ്ങനെ ആയിരുന്നില്ല. അർദ്ധരാത്രി ആണ് അല്ലെങ്കിൽ രാത്രി സമയത്താണ് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ചെന്ന് കയറുക എന്നതിനപ്പുറത്ത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മദീനയിൽ എത്തുമെന്ന് കണ്ടപ്പോൾ ദുൽഹുലൈഫയിൽ താമസിച്ചു. പിറ്റേന്ന് പുലർച്ചെയാണ് പിന്നീട് മദീനയിലേക്ക് പുലർച്ചെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. മടക്കയാത്രയിൽ നാട്ടിലെത്തുമ്പോഴുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു യാത്രയിൽ നിന്ന് സ്വഹാബിമാർക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ മദീനയിലെത്തിയപ്പോൾ 3 പ്രാവശ്യം തക്ബീർ ചൊല്ലുകയും മദീനയെ കണ്ടതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ആയിബൂന തായിബൂന ആബിദൂന സാജിദൂന ലിറബ്ബിന ഹാമിദൂൻ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് മടക്കയാത്രയിൽ തിരിച്ചെത്തുമ്പോഴുള്ള പ്രാർത്ഥനയിൽപ്പെട്ട ഒന്നുകൂടിയാണല്ലോ ഈ സൂചിപ്പിച്ച പ്രാർത്ഥന. അതുപോലെ സദഖല്ലാഹു വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദഹു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് കാണാൻ കഴിയും. ഏതായാലും പിറ്റേന്ന് രാവിലെ പകലിലാണ് പ്രവാചകൻ മദീനയിലേക്ക് തിരിച്ചെത്തുന്നത്. നേരെ പള്ളിയിലേക്ക് പോയി 2 റക്അത്ത് നമസ്കരിച്ചു. റസൂലിൻ്റെ മടക്കയാത്രയുടെ ഒക്കെ പതിവ് അങ്ങനെയാണ്. ആദ്യം പള്ളിയിലെത്തും, 2 റക്അത്ത് നമസ്കരിക്കും. പിന്നെ പ്രവാചകനെ കാണാൻ വേണ്ടി പല ആളുകളും ഒരുപക്ഷെ കാത്തു നിൽക്കുന്നുണ്ടാവാം. അവരൊക്കെ കാണും. ആളുകളൊക്കെ പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുമായി വന്ന ആളുകളൊക്കെ കാണും. പിന്നെ വീട്ടിലേക്ക് പോകുന്ന പതിവായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഈ യാത്രയിലും കഴിഞ്ഞു പോയത്. പ്രവാചകൻ്റെ ഹജ്ജ് യാത്ര, ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്ന മഹാസംഭവം ഈ തിരിച്ചെത്തലോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയും ഹിജ്റ 10 അതുപോലെ തന്നെ ഹിജ്റ 11 തുടക്കത്തിലും ഹിജ്റ 10 ഒക്കെ ആയിട്ടുണ്ടായ മറ്റ് ചില സംഭവങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഹജ്ജത്തുൽ വദാ ഒക്കെ കഴിഞ്ഞ് ഈ ഒരു സമയം ഹിജ്റ 10-11 സമയത്ത് ഇസ്ലാമിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട 2-3 സംഭവങ്ങളായിരുന്നു പ്രവാചകത്വവാദവുമായി ചില ആളുകൾ വന്ന സംഭവങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഥവാ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 3 ആളുകൾ ഞങ്ങളും പ്രവാചകരാണ് എന്ന് വാദിച്ചിട്ടുണ്ട്. ഞങ്ങളും
നബിയാണ്, ഞങ്ങൾക്കും വഹി വരുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ റസൂലടക്കം അംഗീകരിക്കണം. അങ്ങനെ തുടങ്ങിയ പല വാദങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു. ഹിജ്റ 9 വഫ്ദുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ടിരുന്ന സമയത്ത് ബനു ഹനീഫ ഗോത്രത്തിലെ വഫ്ദുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൽ ബനു ഹനീഫ ഗോത്രം ഹിജ്റ 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അവരിൽപ്പെട്ട ആളുകൾ 10-11 ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും പ്രവാചകനെ ബൈഅത്ത് ചെയ്തു, മുസൈലിമ എന്ന ഒരാളൊഴിച്ച്. അത് നമ്മളന്ന് പറഞ്ഞിരുന്നു. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തില്ല. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് അയാളൊരു ഗീർവാണ പ്രസംഗം ഒക്കെ നടത്തുകയുണ്ടായി. ഞാൻ മുസ്ലിം ആകണമെങ്കിൽ റസൂലിൻ്റെ അധികാരത്തിൽ പലതും എനിക്ക് വേണം, പ്രവാചകന് ശേഷം എനിക്ക് അധികാരം വേണം എന്നൊക്കെ അയാൾ അവിടെ നിന്ന് സംസാരിക്കുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. മുസൈലിമ ആദ്യമായി ഹിജ്റ 9 മദീനയിലേക്ക് വന്നു, തൻ്റെ വഫ്ദിൻ്റെ കൂട്ടത്തിൽ വന്നു. അയാൾ മുസ്ലിം ആയില്ല. അയാൾ ആളുകളോട് സംസാരിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്തിരുന്നത് ഇൻ ജാലലി മുഹമ്മദുൽ അംറ മിൻ ബാദി തബിഅതു, തനിക്ക് ശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികാരം എനിക്ക് തരാൻ തീരുമാനിക്കുകയാണെങ്കിൽ തബിഅതു, ഞാൻ വേണമെങ്കിൽ മുഹമ്മദിനെ പിൻപറ്റിക്കൊള്ളാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അയാൾ സംസാരിക്കുകയും പറയുകയും ചെയ്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ കാണുകയും പ്രവാചകനോടൊപ്പം അന്ന് സ്വഹാബിയായിരുന്ന സാബിത്ത് ബിനു ഖൈസ് ബിനു ഷമ്മാസ് റളിയല്ലാഹു അൻഹുമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു ഈന്തപ്പന ഓലയുടെ ഒരു കഷ്ണവുമുണ്ട്. ആ ഈന്തപ്പന ഓലയുടെ കഷ്ണം സൂചിപ്പിച്ചുകൊണ്ട് മുസൈലിമയുടെ മുമ്പിൽ വെച്ച് സ്വഹാബിമാരൊക്കെ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് അയാളോട് പറഞ്ഞത് കാണാൻ കഴിയും. ലൗ സഅൽതനി ഹാദിഹിൽ ഖിത്അ മാ അഅതൈതുകഹ, എന്നോട് നീ ഈ ഈന്തപ്പന ഓലയുടെ കഷ്ണം ചോദിച്ചാൽ അതുപോലും ഞാൻ നിനക്ക് തരില്ല, നിനക്കതിനുള്ള അർഹതയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് നിന്നിൽ വന്ന് ഭവിക്കുന്നത് വരെ നിന്നെ ഞാനൊന്നും അതിനെ മറികടന്ന് ഞാനൊന്നും ചെയ്യുകയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാതെ പ്രവാചകൻ അന്നേരം അയാളുടെ നേരെ എന്തെങ്കിലും ശിക്ഷണ നടപടികൾ സ്വീകരിക്കാൻ മുതിർന്നില്ല. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വ ഇന്നി ലഅറാകല്ലദീ ഉരീതു ഫീക മാ ഉരീത്, നിൻ്റെ വിഷയത്തിൽ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് നടക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. പിന്നെയും ഇങ്ങനെ ജനമധ്യത്തിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള വാദങ്ങൾ പറയുന്ന അയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പിന്നെ സംസാരിക്കാൻ നിന്നിട്ടില്ല. വഹാദ സാബിത്തുൻ യുജീബുക അന്നി, എനിക്ക് പകരം സാബിത്ത് നിനക്ക് മറുപടി പറയും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. സാബിത്ത് ബിനു ഖൈസ് ബിനു ഷമ്മാസ് വളരെ പ്രഗത്ഭനായ സംസാര വൈഭവമുള്ള സ്വഹാബിയായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസൈലിമയുടെ ഈ വലിയ പ്രസംഗങ്ങളും ഇതിനൊക്കെ മറുപടി സാബിത്ത് പറയും എന്ന് പറഞ്ഞുകൊണ്ട് പോയത് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖതീബ് എന്ന ഒരു വിശേഷണത്തിന് അർഹനായ മനുഷ്യനാണ് സാബിത്ത് ബിനു ഖൈസ് ബിനു ഷമ്മാസ്. പ്രവാചകൻ്റെ ഷാഇർ, കവി എന്നറിയപ്പെട്ട ഹസ്സാൻ ബിനു സാബിത്തുണ്ട്. അതുപോലെ തന്നെ അറിയപ്പെട്ട സ്വഹാബിയാണ് ഖതീബ് റസൂലില്ല സാബിത്ത് ബിനു ഖൈസ് ബിനു ഷമ്മാസ് എന്ന സ്വഹാബി. അങ്ങനെ ആ സംഭവം ഹിജ്റ 9 കഴിഞ്ഞു. മുത്തഫഖുൻ അലൈഹി ഹദീസിൽ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ സംഭവം ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും. ഈ സംഭവമൊക്കെ കഴിഞ്ഞു. മുസൈലിമ ഒന്നും വേണ്ടിയില്ല, മുസ്ലിമായില്ല. മുസൈലിമ തിരിച്ച് യമാമയിലേക്ക് പോയി. യമാമ എന്ന് പറയുന്ന സ്ഥലം ബനു ഹനീഫ എന്ന ഗോത്രം താമസിക്കുന്ന സ്ഥലം. അവിടേക്ക് പോയി മുസൈലിമ തൻ്റെ പ്ലാൻ എങ്ങനെ വിപുലപ്പെടുത്താം എന്ന് ആലോചിച്ചു കൊണ്ടേയിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ഹിജ്റ 9 കഴിഞ്ഞ് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അയാൾ ബനു ഹനീഫ ഗോത്രത്തിൽ പ്രഖ്യാപിച്ചു, അള്ളാഹു പ്രവാചകത്വത്തിൽ എന്നെയും കൂടി പങ്കാളിയാക്കിയിട്ടുണ്ട്. ഇനി ഉശ്രിക്തു ഫിൽ അംർ, ഞാനും കൂടി അതിൽ ഭാഗഭാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം. അതുമാത്രമല്ല, സ്വന്തമായി റഹ്മാൻ എന്നൊക്കെ അയാൾ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ യമാമയിലെ റഹ്മാൻ, അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന പേരിനെ അതിനോട് താരതമ്യപ്പെടുത്താൻ വേണ്ടി അയാൾ സ്വയം അയാളെ വിളിക്കാൻ വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് യമാമയിലെ റഹ്മാൻ എന്ന് വിളിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ അയാൾ വിളിക്കണമെന്ന് പറഞ്ഞു. അയാളുടെ ഗോത്രത്തിൽ തന്നെ ചില ആളുകൾ ഇയാളെ സപ്പോർട്ട് ചെയ്ത് ഇയാളിൽ വിശ്വസിച്ച് ഇയാളും പ്രവാചകനാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. പിന്നെ അത് കുറച്ച് ഇങ്ങനെ വലുതായി. പല ആളുകളും ഈ ഫിത്നയിൽ അകപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്താണ്. എന്നിട്ട് അത് മാത്രമല്ല, ഇയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു കത്തെഴുതാനും ധൈര്യം കാണിച്ചു. അങ്ങനെ ഇയാളുടെ
അനുയായികളായ 2 ആളുകളുടെ കൈവശം, ബനു ഹനീഫ ഗോത്രക്കാരായ 2 ആളുകളുടെ കൈവശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കത്തും ഇയാൾ കൊടുത്തുവിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളുടെ വിഷയത്തിൽ ഇങ്ങനെ ഈ പ്രവാചകത്വ വാദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകൻ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല സൂചനകളും നൽകിയിട്ടുണ്ട്. അതിലൊന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി ഒരു സ്വപ്നം കണ്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബൈനമാ അന നായിമുൻ, ഞാൻ ഉറക്കത്തിലായിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ 2 സ്വർണ്ണവളകൾ ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സ്വർണ്ണമാണ് ധരിച്ചിരിക്കുന്നത്, അത് നിഷിദ്ധമാണല്ലോ. അപ്പോൾ അതെനിക്ക് വലിയ പ്രയാസമുണ്ടാക്കി. എനിക്ക് ഉറക്കത്തിൽ തന്നെ എനിക്ക് വഹി നൽകപ്പെട്ടു, ആ സ്വർണ്ണവളകൾ താങ്കൾ അതിലേക്ക് ഊതണം. അപ്പം ഞാനങ്ങനെ അതിലേക്ക് ആ സ്വർണ്ണവളകളെ നോക്കി ഊതുകയും അത് പറന്നു പോവുകയും ചെയ്തു. എന്നിട്ട് സ്വഹാബിമാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം പ്രവാചകത്വവാദവുമായി രംഗത്ത് വരുന്ന 2 ആളുകൾ എന്നാണ് ഈ 2 സ്വർണ്ണവളകളെ ഞാൻ മനസ്സിലാക്കുന്നത്. സ്വഹാബിമാർ പിന്നീട് ഇമാം ബുഖാരി ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിച്ച സംഭവത്തിൽ സ്വഹാബിമാർ പിന്നീട് പറയുന്നത് കാണാൻ കഴിയും. അതിലൊന്ന് മുസൈലിമത്തുൽ കദ്ദാബായിരുന്നു. യമാമയുടെ സാഹിബുൽ യമാമക്കാരനായ മുസൈലിമത്തുൽ കദ്ദാബ്. വളരെ നല്ല സംഭാഷണ ചാതുരിയുള്ള വാക്കുകൾ ജനങ്ങൾക്ക് ആകർഷകമായി തോന്നുന്ന രൂപത്തിൽ കോർത്തിണക്കി അവതരിപ്പിക്കാൻ കഴിയുന്ന, ഖുർആനിന് കിടപിടിക്കുന്ന രൂപത്തിൽ വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാൾ കൂടിയായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ്. അപ്പോൾ മുസൈലിമ അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ തൻ്റെ കൂടെ ചേരുന്നുണ്ട്. ബനു ഹനീഫ ഗോത്രത്തിൽ അത്യാവശ്യം തന്നെ അറിയുന്ന, അതുപോലെ തന്നെ തന്നോട് യോജിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്തെഴുതി, മിൻ മുസൈലിമ റസൂലില്ല എന്നാണ് അയാൾ എഴുതിയത്. അള്ളാഹുവിൻ്റെ റസൂൽ മുസൈലിമയിൽ നിന്ന് ഇലാ മുഹമ്മദിൻ റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് എഴുതിയത്. അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദിൽ സലാമുൻ അലൈക്ക്, സലാമൊക്കെ പറഞ്ഞു. ഫൈന്നി ഖദ് ഉശ്രിക്തു ഫിൽ അംരി മാക്, ഞാനും നിൻ്റെ കൂടെ ഈ വിഷയത്തിൽ പങ്കുകാരനാണ്. എനിക്കും ഇങ്ങനെ കുറച്ച് വഹയും കാര്യങ്ങളും പ്രവാചകത്വമൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തീരുമാനത്തിലെത്താം. വ ഇന്ന ലനാ നിസ്ഫൽ അർദി വലി ഖുറൈശിൻ നിസ്ഫൽ അർദ്, നമുക്ക് ബനു ഹനീഫ ഗോത്രം, ഞാനും എൻ്റെ ഗോത്രം, ഇവർക്ക് ഭൂമിയുടെ പകുതി, അത് നമുക്ക് ഖുറൈശികൾക്ക് നീയും നിൻ്റെ ഗോത്രവും നിങ്ങൾക്ക് ബാക്കി പകുതിയും. വലാകിന്ന ഖുറൈശൻ ഖൗമുൻ യഅ്തദൂൻ, പക്ഷെ എന്നിരുന്നാലും ഖുറൈശികളൊരു ധിക്കാരികളായ അതിക്രമകാരികളായ ഒരു ഗോത്രമാണ് എന്നൊക്കെ എഴുതിയിട്ടാണ് ഇയാളൊരു കത്ത് കൊടുത്തു വിടുന്നത്. അധികാരം വേണം, പകുതി വേണം, സാമ്രാജ്യം വേണം, ഇതൊക്കെയാണ് അയാളുടെ ഒരു ആഗ്രഹങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ 2 മുസൈലിമയുടെ ദൂതന്മാർ വന്നു നിന്നു. ഈ കത്ത് വായിച്ച് കേൾപ്പിച്ചു. റസൂൽ ആ 2 ദൂതന്മാരോട് ചോദിച്ചു, നിങ്ങൾ 2 പേരുടെ അഭിപ്രായം എന്താണ്? ഈ കത്തുമായി വന്ന നിങ്ങളുടെ 2 പേരുടെയും ഈ വിഷയത്തിലുള്ള അഭിപ്രായം. നഖൂലു കമാ ഖാൽ, മുസൈലിമ പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങളും അയാളിൽ വിശ്വസിക്കുന്നു. എന്താണോ അയാൾ പറഞ്ഞത് അതാണ് നമ്മളും പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കത്തുമായി വരുന്ന ദൂതന്മാരെ കൊല്ലുക എന്ന സമ്പ്രദായം ഇല്ലായിരുന്നെങ്കിൽ, അവരെ കൊല്ലാൻ പാടില്ല എന്നൊരു നിയമം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ 2 പേരെയും ഞാൻ ഇപ്പോൾ കൊല്ലുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി അവരെ ഒന്നും ചെയ്തില്ല. തിരിച്ച് വളരെ ചുരുക്കം വാക്കുകളിൽ ഒരു കത്ത് മുസൈലിമയ്ക്ക് എഴുതി വിടുകയാണ് ചെയ്തത്. മിൻ മുഹമ്മദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്, വ്യാജനായ മുസൈലിമയ്ക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്സലാമു അലാ മനിത്തബഅൽ ഹുദ, ശരിയായ സന്മാർഗം പിൻപറ്റിയ ആളുകൾക്ക് അവർക്ക് സലാമുണ്ടായിരിക്കട്ടെ. അമ്മാ ബഅദു ഫഇന്നൽ അർദ ലില്ലാഹ്, ഭൂമി, ഇവിടുത്തെ അധികാരം, ഈ ഭൂമുഖം, ഇതൊക്കെ അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവാണ് ഇതിൻ്റെ അധിപൻ. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് അനന്തരമാക്കി കൊടുക്കുന്നു. വലാഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വ പാലിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാവുക. ഇത് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തിൽ ഉണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത് ചരിത്രത്തിലെ ഒരു രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി, ഭൂപ്രദേശങ്ങൾ കീഴടക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലായിരുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ, അങ്ങനെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ ചരിത്ര പുരുഷന്മാർ അങ്ങനെ അനേകം കടന്നു പോയിട്ട് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു റസൂലെങ്കിൽ ഇങ്ങനൊരു വാചകം നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഫൈനൽ അർദ ലില്ലാഹ്, ഭൂമി അത് പടച്ചവൻ്റെതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കുന്നു.
ഏറ്റവും അവസാനം അന്ത്യവിജയം എന്നുള്ളത് അത് മുത്തഖീങ്ങൾക്കായിരിക്കും ഉണ്ടാവുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും അങ്ങനെ ഭൂമിക്ക് വീതം വെക്കാൻ വന്ന, അതിർത്തികൾ മാറ്റി വരയ്ക്കാൻ വന്ന ഒരു ചക്രവർത്തി ആയിരുന്നില്ലല്ലോ. ഹബീബ് ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന ഒരു അൻസാരി സ്വഹാബിയുടെ കയ്യിൽ ഈ കത്ത് കൊടുത്തു വിട്ടു. ഈ കത്ത് വായിച്ചു. മുസൈലിമ ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു. ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ മുസൈലിമ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നു. പിന്നെയും മുസൈലിമ തൻ്റെ ഈ പ്രവർത്തനങ്ങളുമായി പ്രബോധനവും ഒക്കെയായി ഇങ്ങനെ മുന്നോട്ട് പോയി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലത്താണ് മുസൈലിമയെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക സമൂഹം യുദ്ധം ആരംഭിക്കുന്നത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ യമാമയിലെ ഈ പറഞ്ഞ ബനു ഹനീഫ ഗോത്രവുമായി യുദ്ധം നടന്നു. യമാമ യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ആ യുദ്ധം ഒരുപാട് മുസ്ലിങ്ങൾ ഷഹീദായ ഒരു യുദ്ധമാണ്. വളരെ കഠിനമായി നടന്നൊരു യുദ്ധമാണ് യമാമ യുദ്ധം. ബനു ഹനീഫ ഗോത്രവും യമാമയിലെ ആ കോട്ടയുമൊക്കെ വളരെ സുഭദ്രമായ ഒന്നായിരുന്നു. ആ കോട്ട മുസ്ലിങ്ങൾ തകർക്കുന്നതും അതിൽ പല സ്വഹാബിമാർ സഹിച്ച ത്യാഗങ്ങളും ഒക്കെ ഇസ്ലാമിക ചരിത്രം കാണാൻ കഴിയും. ഏതായിരുന്നാലും അതിൽ മുസൈലിമയെ എതിരിടാൻ വേണ്ടി മുസ്ലിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട ആ സൈന്യത്തിൽ ഒരു കറുത്ത അടിമയുണ്ടായിരുന്നു. ഒരു കാലത്ത് ജാഹിലിയ കാലത്ത് അപ്പുറത്തു നിന്ന് മുസ്ലിങ്ങളോട് എതിരിട്ട മുസ്ലിങ്ങളിലെ പല സ്വഹാബിമാരെയും അവരെ കൊന്ന ഒരു കറുത്ത അടിമ. അദ്ദേഹം പിന്നീട് മുസ്ലിമായി. അദ്ദേഹം ഈ പറയുന്ന ഖാലിദ് റളിയല്ലാഹുവിൻ്റെ സൈന്യത്തിലുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഈ സ്വഹാബിയുടെ വാക്കുകളിലൂടെ യമാമയിലെ യുദ്ധവും മുസൈലിമയുടെ ചരിത്രവും പറയുന്ന നമുക്ക് കാണാൻ കഴിയും. മുസൈലിമയെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടുകൂടി തൻ്റെ കയ്യിലുള്ള ചാട്ടുളി അതിനുവേണ്ടി മൂർച്ച കൂട്ടി വെച്ച മനുഷ്യനായിരുന്നു. മുസൈലിമയെ കൊല്ലാൻ വേണ്ടി ആ കോട്ടയിൽ മുസ്ലിങ്ങൾ ഒരു സ്വഹാബിയുടെ ധീരത കാരണം ആ കോട്ടയ്ക്കുള്ളിലെത്തി കോട്ടവാതിൽ തുറന്ന് മുസൈലിമയെ കൊല്ലാൻ വേണ്ടി മനുഷ്യൻ തിരഞ്ഞു നടന്നു. അദ്ദേഹം മുസൈലിമയെ കൊല്ലാൻ വേണ്ടി തിരഞ്ഞു നടക്കാനുള്ള ഒരു കാരണം ഉഹദ് യുദ്ധത്തിൽ തൻ്റെ യജമാനൻ്റെ വാക്ക് കേട്ട് തന്നെ സ്വതന്ത്രമാക്കാം എന്നുള്ള ആ വാഗ്ദാനത്തിൽ കണ്ണുമയങ്ങി അന്ന് മുശ്രിക്കുകളുടെ കൂടെയായിരുന്ന അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ കൂടെയായിരുന്ന ഹംസ റളിയല്ലാഹുവിനെ വധിച്ച മനുഷ്യനാണ് അദ്ദേഹം. വഹ്ഷി എന്നു പേരുള്ള ഒരു കറുത്ത അടിമ. അയാളുടെ ഹർബത്ത് ചാട്ടുളി അല്ലെങ്കിൽ കുന്തം എന്ന് പറയുന്ന ഹർബത്ത് പിന്നീട് കാത്തു സൂക്ഷിച്ച് മുസ്ലിം ആയതിനു ശേഷം തൻ്റെ കയ്യിൽ നിന്ന് അന്ന് സംഭവിച്ച ആ വലിയ പാതകത്തിന് പകരമായി ഇസ്ലാമിൽ വന്ന ശേഷം തനിക്ക് സേവനമർപ്പിക്കാനുള്ള ഒരു അവസരം തേടി നടക്കുന്ന മനുഷ്യനായിരുന്നു വഹ്ഷി. അദ്ദേഹമാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന് സ്വഹീഹിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയ്ക്കുള്ളിൽ കോട്ടയുടെ ഒരു വിടവിൽ പാറിപ്പറന്ന മുടിയും ഒക്കെയായി നിൽക്കുന്ന ഒരു മുസൈലിമയെ, പാറിപ്പറന്ന മുടിയും അതുപോലെ തന്നെ ആകെ കോലം കെട്ട് നിൽക്കുന്ന മുസൈലിമയെ വഹ്ഷി റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം പിന്നീട് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുമ്പോൾ അഖ്റുജന്ന ഇലാ മുസൈലിമ, ഞാൻ മുസൈലിമയ്ക്ക് വേണ്ടി ഞാൻ യുദ്ധത്തിനിറങ്ങും, മുസൈലിമയെ കൊല്ലാൻ വേണ്ടി. ലഅല്ലി അഖ്തുലുഹു ഫഉകാഫിഅ ബിഹി ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കൊന്നതിൻ്റെ പകരമായി, അദ്ദേഹത്തെ വധിച്ചതിന് പകരമായി ഒരു പക്ഷേ എനിക്ക് വ്യാജനായ മുസൈലിമയെ കൊല്ലാൻ കഴിഞ്ഞാലോ, അത് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെ ഞാൻ ആളുകളോടൊപ്പം ഫഖറജ്തു മാന്നാസ്, ജനങ്ങളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടു. ഈ കോട്ടയുടെ ഒരു വിടവിൽ മുസൈലിമ അതിൻ്റെ ഒരു മറവിൽ ഇങ്ങനെ ഒരു കറുത്ത ഒട്ടകത്തെ പോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. പാറിപ്പറന്ന മുടിയുമായി നിൽക്കുന്നത് ഞാൻ കണ്ടു. മുസൈലിമയെ ലക്ഷ്യമാക്കി ഫറമൈതുഹു ബിഹർബത്തി, അയാളുടെ നെഞ്ച് ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ ചാട്ടുള്ളി എറിഞ്ഞു. അത് അയാളുടെ ശരീരത്തിൽ ഒരു സ്ഥലത്തു കൂടി തറഞ്ഞു കയറി അപ്പുറത്തു കൂടി അത് പുറത്തു വന്നു. അതുപോലെ തന്നെ ഇത് കണ്ടു നിന്ന ഒരു അൻസാരിയായ സ്വഹാബി പിന്നെ അദ്ദേഹത്തെ ആക്രമിക്കുകയും പൂർണ്ണമായി വധിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് കാണാൻ കഴിയും. പിന്നീട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ യുദ്ധത്തിലുണ്ട്. അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ഈ മുസൈലിമ മരിച്ചു വീണ വഹ്ഷിയുടെ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കുന്തമേറ്റ് മരിച്ചു വീണപ്പോൾ യമാമ കോട്ടയ്ക്കുള്ളിലെ അടിമ സ്ത്രീകൾ പറഞ്ഞു എന്നാണ്, വാ അമീറൽ മുഅ്മിനീൻ, അവർ
അമീറുൽ മുഅ്മിനീനായി കണ്ട, അവർ പ്രവാചകനായി കണ്ട മുസൈലിമ മരിച്ചല്ലോ, അമീറുൽ മുഅ്മിനീൻ മരണപ്പെട്ടു പോയി എന്ന് ആ കോട്ടയ്ക്കുള്ളിലെ അതിനു മുകളിലുണ്ടായിരുന്ന അടിമ സ്ത്രീകളെ വിളിച്ചു പറയുകയും അത് ബനു ഹനീഫ ഗോത്രം കേൾക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. ഖതലഹുൽ അബ്ദുൽ അസ്വദ്, ഒരു കറുത്ത അടിമ നമ്മുടെ പ്രവാചകനെ കൊന്നു എന്നാണ് അവർ വിളിച്ചു പറഞ്ഞത്. വഹ്ശി റളിയല്ലാഹു അൻഹു പറയുന്ന വാചകങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഖതൽതു ബിഹർബതി ഹാദിഹി ഖൈറൻ നാസി ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലത്ത് ഞാൻ അവിവേകത്തിലായിരുന്നപ്പോൾ, ജാഹിലിയത്തിലായിരുന്നപ്പോൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ഈ ആയുധം കൊണ്ട് കൊന്നു. വശർറൻ നാസി ഫിൽ ഇസ്ലാം, ഇതേ ആയുധം കൊണ്ട് ഞാൻ ഇസ്ലാമിലായപ്പോൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഒരു മോശം മനുഷ്യനെയും എനിക്ക് കൊല്ലാൻ കഴിഞ്ഞു, മുസൈലിമയെ എന്ന് വഹ്ശി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മുസൈലിമയുടെ ചരിത്രമോട് അവസാനിച്ചു. വിശദമായ മുസൈലിമയുടെ ചരിത്രമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ വ്യാജമായി പ്രവാചകത്വവാദം ഉന്നയിച്ച മറ്റു ചില ആളുകൾ കൂടിയുണ്ട്. മറ്റു രണ്ടാളുകൾ, ഒന്ന് അസ്വദുൽ അൻസി, അതുപോലെ തന്നെ മറ്റൊരാൾ തുലൈഹത്തുൽ അസദി. ഇവർ രണ്ടുപേരുടെയും ചരിത്രവും അതുപോലെ തന്നെ ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെടുന്നതും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. യമനിൽ പ്രവാചകത്വവാദം ഉന്നയിച്ച മനുഷ്യനായിരുന്നു അസ്വദുൽ അൻസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തൻ്റെ കൈകളിൽ അണിയിക്കപ്പെട്ട 2 സ്വർണ്ണ വളകളിൽ ഒന്ന് മുസൈലിമയായി വ്യാഖ്യാനിച്ചു, ആ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ രണ്ടാമത്തെ ആ വളയെ വ്യാഖ്യാനിച്ചത് അസ്വദുൽ അൻസി ആയിട്ടാണ്. അപ്പോൾ ആ ചരിത്രവും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് പ്രവാചകത്വവാദം ഉന്നയിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയും സ്വഹാബിമാരെ വരെ കൊന്നൊടുക്കുകയും പിന്നെ വീണ്ടും മുസ്ലിം ആവുകയും ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്ത തുലൈഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ജീവിതത്തിൽ പുലർത്താനും ആ ആദർശവും ആ നയനിലപാടുകളും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനും ജീവിതത്തിൽ അവിവേകത്തിൻ്റെ കാലത്ത് വഹ്ശി റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ആ വാക്കുകൾ പോലെ മുൻകാലത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനു പകരം ഇസ്ലാമിൽ നമുക്ക് വിവേകമുള്ള ഈ കാലത്ത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സേവനങ്ങൾ അർപ്പിക്കാനുള്ള ചിന്തയും ആ ഒരു ലക്ഷ്യബോധമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.